സർ, വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റിയും തദ്ദേശീയ വിജ്ഞാന മേഖലയും ആദിവാസി സമൂഹങ്ങളുടെ സവിശേഷമായ സാംസ്കാരിക പൈതൃകം, പരമ്പരാഗത വിജ്ഞാന സമ്പ്രദായങ്ങൾ, വികസന അഭിലാഷങ്ങൾ എന്നിവയെ അംഗീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പുരോഗതി, ഗവേഷണം, നവീകരണം, സാമൂഹ്യ സാമ്പത്തിക പരിവർത്തനം എന്നിവ ലക്ഷ്യമാക്കി വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി ആൻഡ് ഇൻഡിജിനസ് നോളജ് സോൺ എന്ന സുപ്രധാനമായ സംരംഭം സ്ഥാപിക്കാൻ 50 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഒരു ദേശീയ, നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസത്തെ ഉപജീവന മാർഗങ്ങൾ, സാങ്കേതിക വിദ്യ, സാമൂഹ്യ വികസനം എന്നിവയുമായി സമന്വയിപ്പിച്ച് ദേശീയ അന്തർദേശീയ തലങ്ങളിലെ സഹകരണം പ്രോത്സാഹിപ്പിക്കും. പദ്ധതിയുടെ സ്ഥാപനഘടന, നടപ്പിലാക്കൽ പ്രക്രിയ, വിഭവ സമാഹരണ തന്ത്രം എന്നിവ സംബന്ധിച്ച് ശുപാർശകൾ സമർപ്പിക്കുന്നതിനായി ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കും. ആദിവാസി സംരംഭകത്വത്തെയും തദ്ദേശീയ പഠനങ്ങളെയും ജൈവ വൈവിധ്യ സംരക്ഷണത്തെയും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയെയും നൈപുണ്യ വികസനത്തെയും എന്നിവയ്ക്കായുള്ളൊരു ലോകോത്തര കേന്ദ്രമായി വിഭാവനം ചെയ്യുന്നു ഈ സ്ഥാപനം. സർ, അടുത്തത് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, പരിശീലന കേന്ദ്രങ്ങൾ, ഗവേഷണ ലാബറട്ടറികൾ, ഡയഗ്നോസ്റ്റിക് കേന്ദ്രങ്ങൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നിവയും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആവശ്യമായ അനുബന്ധ സൗകര്യങ്ങളും സംയോജിപ്പിച്ച് വികസിപ്പിക്കുന്ന ആരോഗ്യ സംവിധാനമാണ് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി. ഇതുവഴി ഉയർന്ന നിലവാരത്തിലുള്ള ആരോഗ്യ സേവനങ്ങൾ നൽകും. മെഡിക്കൽ വിദ്യാഭ്യാസവും ഗവേഷണവും മെഡിക്കൽ ടൂറിസവും പ്രോത്സാഹിപ്പിക്കാൻ ഇതിന് സഹായകമാവും. ഈ പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തുന്നു. സർ, അടുത്തത് റിസർച്ച് പാർക്ക്. രാജ്യത്തെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളെയും ഗവേഷണ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി ശാസ്ത്രീയ അറിവുകളെ സമൂഹത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രയോജനപ്പെടുന്ന തരത്തിൽ കേരളത്തിലെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ റിസർച്ച് സംവിധാനങ്ങളും നൂതന ആശയങ്ങളും IIT മദ്രാസ് റിസർച്ച് പാർക്ക് മാതൃകയിൽ വിപുലീകരിക്കും. തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനും തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിനും കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കോളേജ് ഓഫ് ദ യൂണിവേഴ്സിറ്റി പദവി നൽകും. ഇതിലൂടെ സാങ്കേതിക പരിജ്ഞാനമുള്ള യുവജനങ്ങളുടെ സേവനം സംസ്ഥാനത്തിന് തന്നെ പ്രയോജനപ്പെടുത്താൻ കഴിയും. സർ, റിസർച്ച് പാർക്കിനായി 60 കോടി രൂപ വിലയിരുത്തുന്നു. സർ, അടുത്തത് കേരള സിൽവർ ഇക്കോണമി. വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും. സർ, വയോജന വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. അടുത്തത് കെയർ ഗിവർ പദ്ധതിയാണ്. വിട്ടുമാറാത്ത രോഗങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ, വൈകല്യങ്ങൾ എന്നിവ നേരിടുന്നവരെ സഹായിക്കുന്നതിനായി തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നതിന് സർക്കാർ, സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലും തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിലും 6 മാസ കാലയളവിലേക്കുള്ള സർക്കാർ അംഗീകാരത്തോടെയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. ഇതിലൂടെ ആവശ്യമുള്ളവർക്ക് പരിചരണവും തൊഴിൽരഹിതരായ യുവജനങ്ങൾക്ക് മാന്യമായ തൊഴിലും ലഭ്യമാകും. മുതിർന്ന പൗരന്മാരെ സജീവരാക്കുന്നതിന് വയോജന പാർക്കുകളും പകൽ വീടുകളും ഫിറ്റ്നസ് സെൻ്ററുകളും ഒരുക്കും. ഭൂനിയമങ്ങളിലെ പരിഷ്കരണമാണ്. ഭൂമിയുടെ ലഭ്യതക്കുറവ്, ഭൂമി സ്വായത്തമാക്കുന്നതിനുള്ള പരിമിതികൾ, നിയമപരമായ വ്യക്തതയില്ലായ്മ എന്നിവയാണ് കേരളത്തിലെ വ്യാവസായിക അടിസ്ഥാന സൗകര്യ അഭിലാഷങ്ങൾക്ക് ഏറ്റവും വലിയ തടസ്സം. സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സമ്പദ് വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന പദ്ധതികൾക്കായി നിക്ഷേപകർ ഭൂമി തേടുമ്പോൾ പോലും വിശാലമായ ഭൂമി ഉപയോഗിക്കപ്പെടാതെയോ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയോ ചെയ്യുന്നു. ഈ ഘടനാപരമായ വെല്ലുവിളിയെ അഭിസംബോധന ചെയ്യുന്ന സമഗ്രമായൊരു ലാൻഡ് മാനേജ്മെൻറ്റ് നയം സർക്കാർ രൂപീകരിക്കും. വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മിച്ചമുള്ളതും ഉപയോഗിക്കാത്തതുമായ ഭൂമി ഉപയോഗിച്ചൊരു ലാൻഡ് ബാങ്ക് സൃഷ്ടിക്കുന്നതിനായി ഒരു ലാൻഡ് മാനേജ്മെൻറ്റ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കുകയും ആവശ്യമായ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യും. മുൻകാലങ്ങളിൽ പ്രസക്തമായിരുന്ന ഭൂനിയമങ്ങൾ പരിശോധിക്കുകയും കാലാനുസൃതമായ മാറ്റങ്ങൾ ആവശ്യമായവ പരിഷ്കരിക്കുകയും ചെയ്യും. ഭൂപരിഷ്കരണം 2 എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. വാണിജ്യ സംരംഭങ്ങൾക്കായി ഭൂമി പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയ വേഗത്തിലാക്കും. വലിയ പദ്ധതികൾക്കായി ലാൻഡ് പൂളിംഗ് ഫ്രെയിംവർക്ക് അവതരിപ്പിക്കും. ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയകൾ സമയബന്ധിതവും സുതാര്യവും പ്രൊഫഷണലായും കൈകാര്യം ചെയ്യുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും സർക്കാർ ഏജൻസികളായ കിൻഫ്രയെയും ഇൻകലിനെയും ശക്തിപ്പെടുത്തും.
ഈ നയം കേരളത്തിൻ്റെ സാമ്പത്തിക ഭാവിയുടെയും ജനങ്ങളുടെയും പ്രയോജനത്തിനായി ഭൂവിഭവങ്ങളെ ഉപയോഗപ്രദമാക്കുന്നതിന് സഹായിക്കും.